ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എൻ്റെ യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമാകട്ടെ ഈ ഒരു വർഷം. 2025 ഒരുപാട് നല്ല നേട്ടങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. മനസ്സിന് വളരെ സന്തോഷവും സമാധാനവുമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ, ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ ഈ ഒരുപാട് സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിനുണ്ടാകുന്ന ഒരു ഡൾനെസ് അല്ലെങ്കിൽ ഒരു ടയേർഡ്നെസ്, ആ ഒരു ഫീല് മിക്കവർക്കും തന്നെ ഉണ്ടാവും അല്ലേ. ഫെസ്റ്റിവൽസ് കഴിഞ്ഞു, സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു, ഗെറ്റ് ടുഗദർ എല്ലാം കഴിഞ്ഞു, നമ്മളൊന്ന് ലോൺലി ആയി. കാര്യം മക്കളും ഒക്കെ എല്ലാവരും പഠിക്കാൻ പോകുന്ന ഒരു സമയം, അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സമയം. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ടു വർക്ക്, ജോലിയുള്ളവരെല്ലാം ബാക്ക് ടു വർക്കിലേക്കും കുട്ടികളൊക്കെ ബാക്ക് ടു സ്റ്റഡീസിലേക്കും പോകുന്നൊരു സമയം. അപ്പം എല്ലാവർക്കും മൈൻഡ് ആകെ കൂടെ ഒരു വിഷമത്തിലിരിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്ന ഒരു ഡൾനെസ്സിനെയും അതേപോലെ അതിനോട് കണക്ട് ചെയ്ത് ഈ സെലിബ്രേഷൻസ് ഒക്കെ നമ്മളെ ബോഡിയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ. അമിതമായിട്ടുള്ള മധുരവും കൊഴുപ്പും ഒക്കെ നമ്മൾ കഴിക്കുകയും അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒരു ബോഡിയുടെ ഒരു ബാലൻസ് തെറ്റുന്ന സമയം എന്ന് വെച്ചാൽ നമ്മളെല്ലാ മധുരങ്ങളും കൊഴുപ്പ് കഴിക്കുന്നു, ഒരുപാട് ഫുഡ് നമ്മൾ അനാവശ്യമായിട്ട് കഴിക്കുന്ന സമയം, പിന്നെ സദ്യ അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കഴിക്കുന്നത്, ഫീസ്റ്റൊക്കെ ഈ വരുന്ന സമയം, ക്രിസ്മസിനും അങ്ങനത്തെയൊക്കെ ഉള്ള ക്രിസ്മസ്, ഓണം എല്ലാം സെലിബ്രേഷൻസ് ഞാൻ മീൻ ചെയ്ത് പറയുകയാണ്. അപ്പം അതൊക്കെ കഴിക്കുന്ന സമയമാണ്. അപ്പം അത് നമ്മുടെ ബോഡിയെ വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ചർമ്മത്തിനെയും, നമ്മൾ എപ്പോഴും ഇടുന്ന മേക്കപ്പ്, ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാം മേക്കപ്പൊക്കെ ചെയ്തു പോകും. വീണ്ടും നെക്സ്റ്റ് ഡേ വീണ്ടും അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ ഇതേപോലെ തന്നെ അടുത്ത മേക്കപ്പ് നമ്മൾ ഇടുന്നു. അപ്പോൾ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന, നമ്മുടെ ഫേസിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രോബ്ലംസ്, അപ്പം ഇതെല്ലാം മൊത്തത്തിൽ നമ്മുടെ ഇമോഷണലി, ഫിസിക്കലി നമ്മുടെ ബോഡി എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ക്ഷീണത്തിന് അല്ലെങ്കിൽ ആ ഒരു ഡൾനെസ്സിനെയാണ് ഫെസ്റ്റീവ് ഫാറ്റിക് എന്ന് പറയുന്നത്. അപ്പം ഇനി ഈ ഫെസ്റ്റീവ് ഫാറ്റിക്കിൽ നിന്ന് എങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഇമോഷനെ, അതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ ഇത് അഫക്റ്റ് ചെയ്യുന്ന ഈ ഡൾനെസ്സിനെ എങ്ങനെ മാറ്റിയെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിനൊരു ശൂന്യത വരാറുണ്ട് എല്ലാവർക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കും അയ്യോ ഇനി അടുത്ത ഫെസ്റ്റിവൽ വരെ നോക്കണം, അല്ലെങ്കിൽ അടുത്ത വെക്കേഷൻ വരെ ഇനി പണി തന്നെ, ജോലിയുള്ളവർക്കൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു, മൊത്തം കഷ്ടപ്പാട് പോലെ, നമ്മുടെ മൈൻഡിന് ഒരു സന്തോഷമില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു മെഡിറ്റേഷനോ ഒരു ഡീപ്പ് ബ്രീത്തിങ്ങോ ഒക്കെ ഒന്ന് നടത്തണം. ആദ്യം നമ്മുടെ മൈൻഡിനെ നമ്മൾ ക്ലിയർ ആക്കുകയാണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത്. അപ്പോൾ മൈൻഡിനെ നല്ലൊരു കാമാക്കുക. പക്ഷെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കിടന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. കാര്യം നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആയിപ്പോയി എന്നുള്ള ധാരണ. അപ്പം ഒരുപാട് പൈസ ഈ സെലിബ്രേഷൻസിന് വേണ്ടി ചിലവാക്കിയവരാണ് അവരുടെ ഉള്ളിൽ എപ്പോഴും അയ്യോ ഒരുപാട് രൂപ ചിലവായി പോയല്ലോ, ഇനി ഇതെല്ലാം തിരിച്ചു പിടിക്കണം എന്നൊക്കെ മനസ്സിന് ഇങ്ങനെ ഒരു തോന്നൽ കാണും. അപ്പം അതിനെക്കുറിച്ചെടുത്ത് ഓവർ വറി ചെയ്യേണ്ട. ഫിനാൻഷ്യലി ഉള്ളത് അതെല്ലാം പൈസ വരുന്നത് അതൊക്കെ ഒരു ടെമ്പററിയാണ്. അപ്പം അങ്ങനെ ഫിനാൻസ് അല്ല നമ്മുടെ മൈൻഡിനെ സന്തോഷമാക്കുന്നത് അല്ലേ. അപ്പം പൈസ പോയത് അതിനെക്കുറിച്ച് നമ്മൾ ഓവർ വറി ചെയ്യേണ്ട, അതിനെ നമ്മൾ സെൽഫായിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ഇനിയും വരും, അതൊന്നും ഒട്ടും പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. പിന്നെ നമുക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ടും സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടും ഒരുപാട് രൂപ ചിലവാക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആ ബഡ്ജറ്റ് ഒന്ന് സ്ട്രിക്റ്റ് ആക്കുന്നത് നല്ലതാണ്. കാര്യം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിൽ നമ്മുടെ സെലിബ്രേഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കാം. അപ്പം അതിപ്പോൾ കഴിഞ്ഞു പോയതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നാണല്ലോ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മൈൻഡിനെ ആദ്യം നിങ്ങളൊന്ന് കാമാക്കുക. വളരെ ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഡൾനെസ്സും ടയേർഡ്നെസ്സും ഒരു മൂഡില്ലാതെ മൂഡ് സ്വിങ്ങും ഒക്കെ വരുന്നവരാണെങ്കിൽ മൈൻഡ് കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക. വളരെ സമാധാനമായിട്ട് മൈൻഡിനെ ഒന്ന് കാമാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡിലൂടെ ഇങ്ങനെ നമ്മൾക്ക് ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ, ഈ ഫെസ്റ്റീവ് ടൈമിൽ നമ്മുടെ മനസ്സിൽ വന്ന അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ ഒന്ന് ആദ്യം ഓർക്കുക. അതെല്ലാം നമ്മൾ അതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ
നമ്മൾ വിചാരിക്കുക. എന്നിട്ട് അതിനെയൊക്കെ നമ്മൾ പതുക്കെ മാറ്റി നമ്മൾ വീണ്ടും നമ്മൾ പ്ലസൻ്റ് ആയിട്ട് വരുന്നത് പോലെ മനസ്സിലൊന്ന് ചിന്തിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടുള്ള പുതിയ സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ പുതിയ വ്യക്തികളെയും നമ്മളൊന്ന് ഓർക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഫെസ്റ്റീവ് ടൈം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ അവരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്, നല്ല നല്ല പാഠങ്ങൾ നമ്മൾ പഠിച്ച് നമുക്കുണ്ടായിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒന്നുകൂടെ റീകോൾ ചെയ്യുക. അത് വീണ്ടും നമുക്കൊരു അഭിമാനത്തോടെ നമ്മളത് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് ഒന്നുകിൽ വേണമെങ്കിൽ അതൊന്ന് ബുക്കിലൊന്ന് കുറിച്ച് വയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ കഴിഞ്ഞു, അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം ഐ വിൽ ബി ബെറ്റർ എന്നുള്ള ഒരു തോന്നലിലൂടെ അതിനെ അങ്ങനെ മനസ്സിലാക്കി വളരെ കാമായിട്ട് നമ്മളത് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അങ്ങനെ കാമായിട്ട് നമ്മളിരിക്കുമ്പം അതിങ്ങനെ വന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. മൂന്നാമത് നമുക്കുണ്ടായ പൈസയ്ക്ക് എത്ര എക്സ്പെൻസ് ആയി എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പം ഒരുപാട് എക്സ്പെൻസ് ആയെങ്കിൽ ഡോണ്ട് വറി, അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നമ്മൾക്ക് ഇനിയും ഉള്ള ബഡ്ജറ്റിനകത്ത് നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് അതിനകത്ത് അത് പറ്റുന്ന ബഡ്ജറ്റാണോ, അതോ നമ്മൾ ഇനി കുറച്ചും കൂടി അതിന് കൂടുതൽ നമുക്ക് ഉണ്ടാക്കേണ്ടി വരുമോ എന്നൊരു ചിന്ത നമുക്ക് മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. കാര്യം അത് വെച്ചിട്ട് ഒരു പ്രീ പ്ലാൻഡ് നമുക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾക്ക് ഒരു എന്തെങ്കിലും നമുക്കൊന്ന് എങ്ങനെയാണ് പ്രീ പ്ലാൻ ചെയ്ത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഓരോ ബഡ്ജറ്റ് നമ്മളങ്ങനെ നീക്കി വെക്കത്തില്ലേ. അപ്പം ഹോംലി ആയിട്ട് എത്ര രൂപ നമുക്ക് വേണം, അപ്പോൾ അതിനെ ഒന്ന് ഒരു റഫായിട്ടൊരു കാൽക്കുലേഷൻ നമ്മൾ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അത് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് എപ്പോഴും, അത് നമ്മൾ ഈ ഒരു മന്ത് നമ്മൾക്ക് സെലിബ്രേഷൻസിന് വേണ്ടി എടുത്ത് നമുക്ക് എക്സ്പെൻസ് ആയതും അതിനെയൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്ത് വരണമെങ്കിൽ ഈ ഒരു മാസം ബാക്കിയുള്ള ടൈമിൽ നമുക്ക് എങ്ങനെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് അത് നമുക്ക് ഒരു വഴി പറഞ്ഞു തരും. ഇങ്ങനെ ഒരു പ്രീ പ്ലാൻ ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മുടെ വഴക്കുണ്ടാക്കിയിട്ടുള്ള വ്യക്തികളോ നമ്മൾ മോശമായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുള്ള വ്യക്തികളോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയുന്നത് പോലെ വിചാരിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ കാമായി നമ്മളിരുന്ന് ഡീപ്പ് ബ്രീത്ത് ചെയ്യുക. ഇൻഹെയിലും എക്സെയിലും ചെയ്യുക. വളരെ നല്ലതാണത്. നമ്മുടെ മൈൻഡ് വളരെ പ്യുവറായിട്ട് വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പം തീർച്ചയായും ആ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെല്ലാവരും അത് ചെയ്യുക. അപ്പോൾ തന്നെ മനസ്സിന് നമുക്കൊരു ഉണർവ് വരും. പിന്നെ എപ്പോഴും നമ്മൾ വിചാരിക്കണം നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് 1 by 1 ആയിട്ട് നമ്മളിനി ചെയ്ത് നമുക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ടെന്ന് എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ആ മൈൻഡിനെ ബാധിച്ച ഡൾനെസ്സിനെയും ആ ടയേർഡ്നെസ്സിനെയും ആ മൂഡ് സ്വിങ്ങിനെയും ഒക്കെ മാറ്റുന്നത് പോലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് വരും. അപ്പം ഇമോഷണലി ഉള്ള ആ മെൻ്റൽ സ്ട്രെയിനെ നമ്മൾ മാറ്റിവെച്ചു. ഇനിയും അടുത്തത് നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ അമിതമായിട്ടുള്ള കൊഴുപ്പും മധുരവും അങ്ങനെയൊക്കെ കഴിച്ച് നമ്മുടെ ബോഡി ആകെ അൺഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനായിരിക്കും ഈ ഒരു ഫെസ്റ്റീവ് ടൈം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ബോഡി ടെസ്റ്റ് നടത്തണം. കാര്യം അല്ലാതെ നമ്മളെല്ലാം മൊത്തത്തിൽ ആദ്യമേ ഒന്ന് കൺട്രോൾ ചെയ്യുക. അതാദ്യം നമുക്ക് ഒരു ചെറിയ ടെസ്റ്റ് നമ്മൾ നടത്തുക. ഒന്ന് BP നോക്കുക, ഒന്ന് കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കുക, ഒന്ന് ഡയബറ്റിക് ആണോ എന്ന് നോക്കുക, ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, ഇങ്ങനെ നോർമലി ബേസിക് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് കൂടുതലോ അല്ലെങ്കിൽ അതിൽ നിന്നും നോർമൽ റേഞ്ചിനെക്കാട്ടും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം അടുത്തത്. അപ്പോൾ നമ്മുടെ ഡയറ്റ് പ്ലാനും മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഡയറ്റ് പ്ലാനും നമ്മുടെ വർക്കൗട്ട് പ്ലാനും ഒക്കെ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് വരണം. അപ്പം അതാണ് സെക്കൻഡ് തിങ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ബോഡിയെ നമ്മൾ ഫിറ്റ് ആക്കുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു ഫെസ്റ്റീവ് ടൈമിലും ഈ ഒരു സെലിബ്രേഷൻസിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒന്നും കുടിക്കുന്നുണ്ടാവില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു, ഫിലിമിന് പോകുന്നു, ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നു, കുറേ മധുരം കഴിക്കുന്നു, കുറേ കൊഴുപ്പുകൾ അങ്ങനത്തെ ഉള്ള ഫുഡുകൾ കഴിക്കുന്നു, ഫാറ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നു, അതേപോലെ ജങ്ക് ഫുഡുകൾ നമ്മൾ കഴിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ബാലൻസ് ആയിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ ഇത്ര 3 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊന്നും പറയുന്നൊന്നും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ നമുക്കൊന്ന് തിരിച്ചു കുടിക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഫെസ്റ്റീവ് ഫാറ്റിക് മാറണമെങ്കിൽ ആദ്യം നമ്മൾ വെള്ളമാണ് കുടിക്കേണ്ടത്. നന്നായിട്ട് വെള്ളം, ചിലപ്പോൾ നിങ്ങൾക്ക് ലൈം ജ്യൂസ്, നാരങ്ങ വെള്ളം കുടിക്കാം. മധുരം ഇടാതെ നാരങ്ങ വെള്ളം കുടിക്കുക. നന്നായിട്ട് 1-2 ഗ്ലാസ് ഒരു ദിവസം കുടിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡീറ്റോക്സ് വാട്ടർ കുടിക്കുക എന്നുള്ളതാണ്.
പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ജ്യൂസുകളൊക്കെ അതും മധുരമിടാതെ കുടിക്കണം. ഓറഞ്ചോ അങ്ങനത്തെ ഒക്കെ ജ്യൂസുകൾ മധുരം ഇടാതെ നമ്മൾ കുടിക്കണം. പിന്നെ കരിക്ക് കുടിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ഫെസ്റ്റീവ് ഫാറ്റിക്ക് പോകാനും നമുക്കൊരു ഓജസ് കിട്ടാനും ഉണർവ് കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ അതേപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ലതാണ്. നമ്മുടെ ഡീഹൈഡ്രേഷനൊക്കെ മാറി നമ്മളെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കാനും ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് നല്ലതാണ്. ഇനി ഇതിൽ ഡീറ്റോക്സ് വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ചിലർക്ക് അറിയായിരിക്കും ഡീറ്റോക്സ് വാട്ടർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അപ്പം ഈ ഡീറ്റോക്സ് വാട്ടർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ മതി. ഒന്നുകിൽ പൈനാപ്പിൾ പീസസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ അത്, കുക്കുംബർ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഈ ഇഞ്ചി, ഒരു പീസ് വെളുത്തുള്ളി ആണെങ്കിൽ വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട. പുതിനയില ഇതൊക്കെ ഇട്ട്, അപ്പം പുതിനയില, ചെറുനാരങ്ങ, കുക്കുംബർ, പിന്നെ ഇഞ്ചി, ജിഞ്ചർ, ഇത്രയും സംഭവങ്ങൾ. അതിൽ ഏതെങ്കിലും ഫ്രൂട്ട്സൊക്കെ മാറ്റുവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ തലേ ദിവസം ഒരു ജാറിനകത്ത് ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക. എന്നിട്ട് രാവിലെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കണം. അതാണ് ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയുന്നത്. എന്തിനാണ് ഇനി ഡീറ്റോക്സ് വാട്ടർ കുടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീറ്റോക്സ് വാട്ടർ നമ്മൾ ഒരുപാട് ടോക്സിക് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ ഫെസ്റ്റിവൽ ടൈമിൽ നമ്മൾ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുന്ന സമയമായിരിക്കില്ലേ. അപ്പം ഈ ടോക്സിക് ആയിട്ടുള്ള വയറ്റിലൊക്കെ ഉള്ള ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങളെ എല്ലാം റിമൂവ് ചെയ്യാൻ ഈ ഡീറ്റോക്സ് വാട്ടർ വളരെ നല്ലതാണ്. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്താണേലും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, നമ്മൾക്ക് ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഇതേപോലെ ബാലൻസ്ഡ് ഡയറ്റൊക്കെ നഷ്ടപ്പെട്ട് കാണും ഈ ഒരു ടൈമിൽ. അപ്പം അതിനെല്ലാം കൂടെ നമുക്കൊന്ന് വീണ്ടെടുക്കാനും ഇലക്കറി, ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. പിന്നെ അതേപോലെ ഫൈബർ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കുക, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ കാർബോഹൈഡ്രേറ്റ് അത്യാവശ്യം വേണം, പക്ഷെ കുറയ്ക്കണം. പിന്നെ പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ കഴിക്കാൻ മറന്നുപോകരുത്, പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആ ഫുഡിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തണം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഈ ബാലൻസ്ഡ് ആയിട്ട് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് എപ്പോഴും ഈ ഫെസ്റ്റീവ് ഫാറ്റിക്കിനെ കുറയ്ക്കും. അപ്പം അത് നല്ല. അപ്പം ഈ രണ്ട് കാര്യങ്ങളും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോൾ നമുക്ക് ഹീമോഗ്ലോബിൻ കുറവുള്ളവർ ചീരയൊക്കെ നന്നായിട്ട് കഴിക്കുക, ഡേറ്റ്സ് കഴിക്കുക. ഡയബറ്റിക് അല്ലാത്തവർ, ഡയബറ്റിക് ആയവർ ഈ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ ചീര കഴിക്കുന്നത് നല്ലതാണ്. അതേപോലത്തെ ഉണ്ട്, ക്യാരറ്റ് കഴിക്കുന്ന ഹീമോഗ്ലോബിൻ കൂടും, ബീട്രൂട്ട് കഴിക്കുന്ന ഹീമോഗ്ലോബിൻ കൂടും. അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ അപ്പം അതാണ് നമ്മുടെ ബോഡിയെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇത്തരം നമ്മൾ ഫുഡ് വളരെ കൺട്രോൾഡ് ആയിട്ട് കഴിക്കുക, മധുരം കഴിക്കാതിരിക്കുക, ഒരുപാട് നെയ്യ് പോലത്തെ സാധനങ്ങൾ, കൊഴുപ്പൊക്കെ ഉള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. അപ്പം ബോഡിയെ ഒന്ന് വളരെ നോർമലി നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന ഈ ഫെസ്റ്റിവൽസിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു, നമ്മളെല്ലാം ഗെറ്റ് ടുഗദറും ഒക്കെ കഴിഞ്ഞു പോയല്ലോ. ഇനി അതിന് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും നമ്മളൊന്ന് ഒറ്റയ്ക്ക് നമ്മുടെ ഫാമിലി മാത്രമായിട്ട് നമ്മൾ കുറച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലേ നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിൽ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിലുണ്ടല്ലോ വീണ്ടും എപ്പോഴും നമ്മുടെ ഈ ഫ്രണ്ട്സും റിലേറ്റീവ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ജോളി മൂഡിലാണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നോക്കാൻ വേണ്ട ആ ഒരു നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യാൻ നമ്മൾ മടി കാണിക്കും. അതേപോലെ നമുക്ക് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ പിന്നെയും ഇതേപോലെ ഒരുപാട് ഒരു ഫെസ്റ്റീവ് മൂഡിലാണെങ്കിൽ നമുക്ക് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഡയറ്റ് പ്ലാനും നമ്മുടെ ഫാമിലിയെയും ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രയോറിറ്റി ഫാമിലിക്ക് കൊടുക്കുകയും നമ്മുടെ ജോലിക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം അത് പറഞ്ഞു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുട്ടികളാണെങ്കിൽ ഞാൻ അതാ പറഞ്ഞത്, അതും കൂടെ ഞാൻ പറയാം. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോ കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ വെക്കേഷൻ ടൈം കഴിയുമ്പോൾ അവരുടെ എക്സാമൊക്കെ കഴിഞ്ഞ് എക്സാം പേപ്പർ കിട്ടുന്ന സമയമായിരിക്കും. അപ്പോഴെപ്പോഴും മനസ്സിലൊരു ടെൻഷനായിരിക്കും, അയ്യോ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അമ്മ വഴക്കോ അല്ലെങ്കിൽ അച്ഛൻ വഴക്കോ പറയുമല്ലോ, സ്കൂളിലാണെങ്കിൽ ഇനി മാർക്ക് എനിക്ക് എത്ര കിട്ടും, ഇങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനുള്ള സമയമായിരിക്കും. അപ്പം അത് കുട്ടികളോട് ഞാൻ പറയുകയാണ്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. ആ എക്സാം കഴിഞ്ഞും അതിൻ്റെ പേപ്പർ ഇനി മാർക്ക് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല. അവിടെ എന്താണോ നമുക്കൊരു പാളിച്ച പറ്റിയത് അത് നമ്മൾക്ക് ഈ ഒരു ടൈമിൽ
തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. അതല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം നമുക്ക് മാത്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് പാടായതെങ്കിൽ ആ മാത്സ് എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് ബുദ്ധിമുട്ടായതെന്ന് നമുക്ക് തന്നെ സെൽഫായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം ആ ഒരു പേപ്പറിന് കുറച്ചുകൂടെ മാർക്ക് നമുക്ക് അടുത്ത ടൈമിൽ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് വളരെ ബോൾഡായിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് വേണം നെക്സ്റ്റ് ടൈം നമ്മൾ പോകാൻ. അതല്ല എനിക്ക് ഇനി മാർക്കേ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ മാർക്ക് കിട്ടി എനിക്കിനി ഒരു മാർക്കും കിട്ടുള്ളൂ, എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ടേം കഴിഞ്ഞു, അതിൻ്റെ മാർക്ക് വന്നു, ഇനിയിപ്പോൾ മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് നോ വറി. അടുത്ത ടൈമിൽ എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ടൈം വരുവാണ് അല്ലേ, അപ്പോൾ സെക്കൻഡ് ടൈമിൽ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്കത് പിടിച്ചെടുക്കാം. അതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. ദിവസവും ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ദിവസവും ഡെയിലി പോർഷൻസ് ഇന്ന് മുതൽ ഞാൻ കവർ ചെയ്യും എന്നൊരു ദൃഢനിശ്ചയം തന്നെ എടുക്കേണ്ടതാണ്. അങ്ങനെ എടുത്താൽ മാത്രമേ അവർക്ക് അവരുടെ പോർഷൻസ് ഡെയിലി പഠിപ്പിക്കുന്ന പോർഷൻസ് ഡെയിലി തന്നെ ഞാൻ കവർ ചെയ്തു പോവും എന്നുള്ള ഒരു ദൃഢനിശ്ചയം, അങ്ങനെ എടുത്താൽ മാത്രമേ അവർക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയും. ഞാൻ എപ്പോഴും മോനൊക്കെ ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചതൊക്കെ അങ്ങനെയാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠിത്തമായിരുന്നു. അതല്ലാതെ നമ്മൾ എപ്പോഴും ജോളി മൂഡിലും എപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഈ സെലിബ്രേഷൻസിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയറും അതെല്ലാം നമ്മൾ നഷ്ടപ്പെടാം. നമുക്ക് പഠിച്ച മാർക്കൊക്കെ കിട്ടണ്ടേ, നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടണ്ടേ. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പം ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം മാത്സ് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ്, ഫിസിക്സ് ആണ്, ഏത് സബ്ജക്റ്റിനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ ആ സബ്ജക്റ്റിന് കുറച്ച് കൂടുതൽ സമയം ടൈം ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് അത്രയും സമയം കൂടുതലായിട്ട് പഠിക്കുക. എന്നിട്ട് അടുത്ത പോർഷൻസ് പഠിപ്പിക്കുന്ന പോർഷൻസ് അന്നന്ന് തന്നെ പഠിച്ച് തീർക്കുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളതൊരു ടൈം ടേബിൾ, ഇപ്പം 4 മണിക്ക് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടിക്ക് ഒരു 10 മണി വരെ പഠിക്കാനുള്ള പോർഷൻസ് ഇപ്പോഴത്തെ കാലത്ത് അത് ഏത് സിലബസ് ആണെങ്കിലും പഠിക്കാനുണ്ടായിരിക്കും. അപ്പം അത് അത്രയും പഠിച്ചു വെക്കണം. അത്രയും ടൈം നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പം ഈ അത്രയും ടൈം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വീട്ടിൽ വിസിറ്റേഴ്സ് വരും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലാതെ നമ്മളിരുന്ന് പഠിക്കുക. എല്ലാ ദിവസവും നമ്മൾ ഗസ്റ്റ് വരുന്ന വീടുകളുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും വരുന്ന ഗസ്റ്റിനെ നമ്മൾ കുട്ടികളാണ് ഞാൻ ഈ പറയുന്നത്, കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ആ സ്റ്റഡി ടൈം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്റ്റഡി ടൈമിൽ അവർ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബാക്കിയുള്ള വലിയവരൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവർ സംസാരിച്ചോളും. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കാനുള്ള പോർഷൻസ് ഡെയിലി തന്നെ കവർ ചെയ്യുക. വീക്കെൻഡിൽ ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. വീക്കെൻഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വീക്കെൻഡിൽ ഈ ഒരാഴ്ച പഠിപ്പിച്ച പോർഷൻസ് ഒന്ന് റീകോൾ ചെയ്യുക. ഒരു ടെസ്റ്റ് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് അത് തന്നെത്താനൊന്ന് പറഞ്ഞു നോക്കി ഒന്ന് മെമ്മറി ഞാൻ പറഞ്ഞില്ലേ, റെപ്പറ്റീഷനാണ് എല്ലാ വിജയങ്ങൾക്കും. അപ്പം നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു അത്രയധികം നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ടത് പഠിക്കുക. അപ്പം കുട്ടികൾക്ക് അതാണ്. പിന്നെ ഞാൻ പറയുന്നത് സ്ത്രീകളുടെ കാര്യം, വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകേണ്ട സ്ത്രീകളാണെങ്കിലും അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് മാനേജ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പം അവരെങ്ങനെയാണ് അപ്പം കൂടാതെ തന്നെ ഈ സെലിബ്രേഷൻസ് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. സാധാരണ എന്നെ പോലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു മേക്കപ്പ് ഒക്കെ ഇടും. പക്ഷേ നമ്മുടെ മുഖമൊക്കെ അങ്ങ് ആകെ ഡള്ളാവും. എപ്പോഴും അടിക്കടി മേക്കപ്പ് ഇടുകയും ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അപ്പോൾ അതൊന്ന് നമ്മൾ മുഖത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെയും ഒന്ന് റെഡിയാക്കി എടുക്കണം തിരിച്ച് അപ്പം അതിന് വേണ്ട കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ അതിനെയും ഒന്ന് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് നമ്മൾക്ക് അത്യാവശ്യമാണ് അല്ലേ. വീണ്ടും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മേക്കപ്പ് ഇട്ട് നമ്മുടെ ഫേസൊക്കെ ആകെ ഡള്ളായി അങ്ങ് ഒരു ടാനൊക്കെ പിടിച്ചപ്പോൾ വല്ലാതായിരിക്കും. വെയിലും ഒക്കെ കൊണ്ടും ഈ ഫെസ്റ്റിവൽസിൻ്റെ ടൈമിലൊക്കെ അങ്ങനെയല്ലേ, എല്ലാവരും വെയിലും മഴയും ഒന്നും മൈൻഡ് ചെയ്യാമല്ലേ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചു പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല ബ്യൂട്ടി പാക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിനെ ഒന്ന് സ്ക്രബ് ചെയ്യണം. അപ്പം ഞാൻ ഈ മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ഈ സ്ക്രബ് ചെയ്യുന്നതൊക്കെ കാണിക്കാനും ഒക്കെ മടിയാണ് ഇതിനകത്ത്. അപ്പോൾ എന്നാലും ഞാനത് പറഞ്ഞുതരാം, നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ഏത്തപ്പഴം എടുക്കുക, വീട്ടിലെല്ലായിടത്തും കാണുന്നതാണ്. ഒരു ഏത്തപ്പഴം, 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കുക.
എന്നിട്ട് 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ കുഴപ്പമില്ല ടേബിൾ സ്പൂൺ കേർഡ് എടുക്കുക, തൈര് എടുക്കുക. ഈ 3 കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ വെച്ച് അടിക്കരുത്, ഓട്സിൻ്റെ തരിതരി പോലെ വേണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പം ശരിക്കും സ്ക്രബ് ചെയ്യുക. അത് നമ്മളിങ്ങനെ നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് നമ്മുടെ ഫേസിന് നല്ല ഒരു ഇത് കിട്ടും. അപ്പം നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഡെഡ് സെൽസും എല്ലാം അങ്ങ് പോകും, നല്ല ക്ലിയർ ആവും ഫേസ്. എന്നിട്ട് കഴുകി കളയുക. അത് നല്ലൊരു സ്ക്രബ് പാക്കേജാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ലതാണ് ആ ഒരു സ്ക്രബ് പാക്ക്. അപ്പം അതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ഒരു ഫെസ്റ്റീവ് ഫാറ്റീഗ് മൂലം ഉണ്ടാകുന്ന നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു ഡൾനെസ് മാറിക്കിട്ടും. രണ്ടാമതൊരു ഫേസ് പാക്കാണ്. ഫേസ് പാക്കും കുറച്ച് കാര്യങ്ങളുണ്ട് ഫേസ് പാക്കിനകത്ത്, അതും പറഞ്ഞുതരാമേ. ഫേസിലൊരു നല്ലൊരു പാക്ക് ഇടാം. അപ്പോൾ ആ പാക്ക് എന്താണ്, എങ്ങനെയാണ് ഇടുന്നത്? ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അത് നല്ലതാണ്. ഈ ഫെസ്റ്റീവ് ഫാറ്റീഗ് പോകാനുള്ള സ്പെഷ്യൽ പാക്കാണ് ഇത്. 2 ടേബിൾ സ്പൂൺ മുൾട്ടാണി മിട്ടി വേണം, 1 ടീസ്പൂൺ ഹണി വേണം, 1 കപ്പ് വാട്ടർ വേണം, പിന്നെ അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചാർക്കോൾ പൗഡർ എടുക്കണം. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മുഖത്തിട്ട് കഴിയുമ്പോൾ മുഖത്തിൻ്റെ ടാനും പോവും. ഈ ഒരു ഫെസ്റ്റീവ് ഫാറ്റീഗ് മൂലം ഉണ്ടാവുന്ന ആ ഒരു ഡൾനെസ്സൊക്കെ മാറിക്കിട്ടും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയാം. അപ്പം ഞാനത് ഇതിൽ തന്നെ ഇട്ടേക്കാം, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ആ ഒരു ഫേസ് പാക്ക് ഇടുമ്പം നമ്മുടെ ഈ ഒരു ക്ഷീണവും തളർച്ചയും ആകെ ഡൾനെസ്സൊക്കെ നമുക്ക് മാറി നല്ലൊരു ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കണ്ണുകൾക്ക് എപ്പോഴും ഒരു തളർച്ചയായിരിക്കും. ചിലപ്പോൾ 8 മണിക്കൂറൊന്നും നമ്മൾ ഈ സമയത്ത് ഉറങ്ങുന്നുണ്ടാവില്ല. അപ്പം നമുക്ക് 8 മണിക്കൂർ ഉറക്കം വേണ്ടതല്ലേ. അപ്പം ഉറങ്ങാതിരിക്കുമ്പോൾ കണ്ണിനൊക്കെ ഭയങ്കര പഫ്നെസ്സും ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ കണ്ണിനൊക്കെ വരും. കണ്ണിൻ്റെ ഇവിടെയൊക്കെ തടിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നുകിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒന്നുകിൽ കുക്കുംബർ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ചെത്തിയിട്ട് അത് ഇങ്ങനെ വെക്കുക. അതൊക്കെ നല്ല കാര്യങ്ങളാണ് കണ്ണിന് തണുപ്പ് കിട്ടുന്നത്. അതല്ലാതെ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം കാണിക്കുക, ചുമ്മാ ഇങ്ങനെ ഈ ടിഷ്യൂ പേപ്പർ ഇല്ലേ, കിച്ചൺ ടിഷ്യൂ, അങ്ങനത്തെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അത് നല്ല തണുത്ത കുക്കുംബർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന അതിലേക്ക് നമ്മളൊന്ന് മുക്കിയിട്ട് കണ്ണിൻ്റെ മുകളിലിട്ടിട്ട് ആ 2 കുക്കുംബറിൻ്റെ ചെറിയൊരു കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ കണ്ണ് നല്ല സുഖമായിട്ട് നമ്മൾ ഉറങ്ങിയുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് വരും നമുക്ക്. അപ്പോൾ അത് ചെയ്താലും വളരെ നല്ലതാണ് കണ്ണിന്. അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു തളർച്ചയൊക്കെ നമുക്ക് മാറിക്കിട്ടാൻ അത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ ചർമ്മത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യണം, നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം ഇടണം. ഇപ്പം ഒന്നാമത്തെ വിൻ്റർ സമയം ആയതുകൊണ്ട് എല്ലാവരും കുളി കഴിഞ്ഞാൽ ഉടനെ മോയ്സ്ചറൈസിങ് ക്രീം ഇടണം. സ്കിന്നിലെല്ലാം ഇടണം, കയ്യിലും കാലിലും ഫേസിലും ഒക്കെ ഇടണം. അതെല്ലാം എല്ലാവരും ഇടണം കേട്ടോ. അത് ജെൻസ് ആണെങ്കിലും അതെല്ലാവരും അത് ഉപയോഗിക്കണം. അതേപോലെ നമ്മൾ ഈ രാത്രിയിൽ കിടക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു നമ്മൾ ഈ ഇപ്പം ആൻറ്റി ഏജിങ് ജെല്ലൊക്കെ കിട്ടും ഇപ്പം ചെറിയത്. ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഫേസ് സ്കാനറുടെയാണ്. അത് നല്ലതാണ്. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ജെല്ലൊക്കെ തേച്ച് പുരട്ടി കിടക്കുന്നത് നല്ലതായിരിക്കും. അതിനൊരു ഇതൊക്കെ വരും. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ വേണ്ടത്, നമ്മളിപ്പം മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫേസിനോ അല്ലെങ്കിൽ സ്കിന്നിനോ ഒക്കെ ഉള്ള ഇതൊക്കെ നമുക്ക് ഡൾനെസ് മാറാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കാമെങ്കിലും ഇതിലും ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമ്മൾ നെല്ലിക്ക, നാരങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇങ്ങനത്തെ ഉള്ള വെജിറ്റബിൾസ് എല്ലാം നമ്മൾ നന്നായിട്ട് കഴിക്കുക ഈ ഒരു സമയം. അപ്പം അത് സാധാരണ കഴിക്കുന്നതിലും അളവിൽ കൂടുതൽ നമ്മൾ കഴിക്കണം. ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. പൊമഗ്രാനറ്റൊക്കെ നല്ലതാണ്, നല്ല ഫ്രൂട്ടാണ്. അതൊക്കെ നമുക്ക് നല്ലതാണ്, നല്ലൊരു ഹീമോഗ്ലോബിനും കൂടും. അതല്ലാതെ തന്നെ നമ്മുടെ ബോഡിക്കും നല്ലതാണ്. പേരയ്ക്ക, അങ്ങനത്തെ ഉള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുക നല്ലതായിട്ട്. വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. മൊത്തത്തിൽ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റുക. അപ്പോൾ തന്നെ മനസ്സിന് ഉണർവ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും പിന്നെ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുക, നടക്കാൻ പോവുകയും അല്ലെങ്കിൽ 1-2 ഫ്ലോർ എക്സസൈസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനത്തെ ചെയ്യാം. അപ്പം എപ്പോഴും മൈൻഡ് നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ഈ ന്യൂ ഇയറിൽ നമ്മൾ എടുക്കേണ്ട റെസൊല്യൂഷൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ടുള്ള ഒരൊറ്റ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവരുത്. നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളെയും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള അടുപ്പവും നമ്മൾ കുറയ്ക്കുക.
അവരെ അധികം നമ്മൾ അടുപ്പിക്കാതിരിക്കുക. അപ്പം ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും ഒക്കെ വളരെ പോസിറ്റീവായിട്ടും വളരെ എനർജറ്റിക് ആയിട്ടും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആവും. അപ്പം ഓക്കെ, അപ്പോൾ ഈ ഫെസ്റ്റീവ് ഫാറ്റിക് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനും അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നും പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തത്. അപ്പം ഇതിൻ്റെ അകത്ത് ആ ഫേസ് പാക്കിൻ്റെ ഒക്കെ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ ബൈ. നല്ലൊരു വർഷമാകട്ടെ. ഒരിക്കൽ കൂടി വിഷിങ് യു എ ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷം, നല്ലൊരു പുതുവർഷമാകട്ടെ എല്ലാവർക്കും. ഓക്കെ, ബൈ.